എങ്ങനെയുണ്ട്? സൂപ്പർ. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചീസി ആൻഡ് ക്രീമി ഗാർലിക് പ്രോൺസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ്. അങ്ങനെ ഞാനിത് ചിക്കനിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെമ്മീൻ കിട്ടിയപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ള അടിപൊളി റെസിപ്പിയാണ്. ആദ്യം തന്നെ ഈ ഒരു ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തലൻ്റെ ഒരു പോർഷൻ എടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഗാർലിക് പ്രോൺസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ പല ടൈപ്പിലും നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു തൊലി കളയാതെ എടുക്കാം, ഇതിൻ്റെ തലൻ്റെ പോർഷൻ കളയാതെ എടുക്കാം. അത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം. ഇനി ഇതാ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കലാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഒന്ന് ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് 1/2 kg ചെമ്മീനാണ് എടുത്തത്. എന്നിട്ടൊരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിലുണ്ടല്ലോ, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് പ്രോൺസ് ഒന്ന് ഇട്ട് കൊടുക്കാം. പ്രോൺസ് കുക്കാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടൈം മതി കേട്ടോ. 2 സൈഡൊന്നും തിരിച്ച് മറിച്ചൊക്കെ വന്നിട്ടിട്ട് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ഡിഷ് വെറുതെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പാസ്തയാണ് റെഡിയാക്കുന്നത്. അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുക്കായി വരുന്ന ടൈമിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷാണിത്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് പാസ്ത അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണിത്. ഇനി ഇതാ കുക്കായിട്ടുള്ള ചെമ്മീനൊക്കെ ഞാനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ ഇനി ബട്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ക്രീം റെഡിയാക്കാൻ വേണ്ടി. ചെമ്മീനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും പിന്നെ 1.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ അതെല്ലാം ഒന്ന് റോസ്റ്റായി വന്ന ടൈമിൽ 1 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു മൈദ ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതാ 1/2 കപ്പ് ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു ലംസൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള മൈദൻ്റെ ഒരു ലംസൊന്നും ഇല്ലാതെ. ഇനി ഇത് മിക്സായിട്ട് ഒന്ന് ചൂടായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുന്ന കാര്യം ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്, ഒരു ഉപ്പൊന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ 1/2 കപ്പ് ഞാനിതിലേക്ക് മൊസറല്ല ചീസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഒറിഗാനോ ആണ് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇനി 1 1/4 ടീസ്പൂൺ കൂടെ ഞാനിതിലേക്ക് നമ്മളെ ഡ്രൈഡ് ചില്ലിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രഷ് ചെയ്തിട്ടുള്ളത്. ഇത് ഹോം മെയ്ഡായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പെപ്പറൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എനിക്ക് എരിവ് കുറച്ചുകൂടെ ഒന്ന് സ്പൈസി ആയിട്ട് വേണമെന്ന് തോന്നിയതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഇനി ആ ടൈമിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കലാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ്. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല നല്ല റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് വരുന്നവരേക്കും ബൈ.